അരയടുത്ത് പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് പുറത്തൊരാളെ കീഴിൽ പോയിട്ട് 150 രൂപ ചെയ്യുന്ന അതേ ജോലി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇവൻ ഭക്ഷണം കഴിക്കുമ്പോ അവിടുത്തെ ഹിന്ദിക്കാരും സ്റ്റാഫുകൾ പറയും അവന് എന്തോ അസുഖമുണ്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കർഷകരായിട്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കാലിയേറ്റ് ചിരിക്കുന്ന ഒരു ഓഫീസിൽ നമ്മളെ കാട് കൊടുത്ത കാട് നോക്കിയിട്ട് വലിച്ചെറിയ സംഭവം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3000 പേരെ വർക്ക് നമ്മൾ പിന്നീട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ അടുത്ത ചോദ്യം നിങ്ങൾ ഇതൊക്കെ ചെയ്തു. ഫ്രൈഡ് ഐസ്ക്രീം എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് വന്നു, ഇവന്റ്സിലേക്ക് വന്നു. ഇതിന്റെ ഇടയിൽ വലിയ സ്ട്രഗ്ലിംഗ് നിങ്ങളുടെ ലൈഫിൽ വന്നു. അതാണ് അത് ചോദിക്കുന്നത് ഒന്നല്ല. നമ്മള് ഈ സംരംഭകരായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസിന് ഞങ്ങളുടേതായ കാരണങ്ങൾക്കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങളുടേതായ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ട് നമുക്ക് ഫസ്റ്റ് സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറായി ബീച്ച് നമ്മൾ നഷ്ടപ്പെടുന്നതാണ്. കാരണം നമ്മൾ വണ്ടി ഇട്ടിരുന്ന സ്പോട്ട് സെല്ല് വേറൊരു ടീമിന് കൊടുത്ത ഒരു റിസോർട്ട്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് നല്ല രീതിയിൽ ഒന്ന് സ്വപ്നം കണ്ടു തുടങ്ങിയത്. നമുക്ക് നല്ല സെയിലും കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങളുടെ ഏക വരുമാനം ഈ സെയിൽസ് ചെറായി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കാറ്ററിംഗാരെ നമ്മൾ പോയി കണ്ടിരുന്നു. പക്ഷെ ഒരു വർക്ക് പോലും നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. സത്യം പറഞ്ഞാൽ കർഷകരായിട്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കാലിയേറ്റ് ചിരിക്കുന്ന ഒരു ഓഫീസിൽ നമ്മളെ കാട് കൊടുത്ത കാട് നോക്കിയിട്ട് വലിച്ചെറിയ സംഭവം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3000 പേരെ വർക്ക് നമ്മൾ പിന്നീട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മനസ്സിലായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചെറായി നമ്മൾ ചെന്നിട്ട് ചെയ്തിരുന്ന കാര്യം വെച്ചാൽ ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ നോട്ട് ബുക്ക് എടുത്ത് വെച്ചു. നമ്മൾ കസ്റ്റമർ ഫീഡ്ബാക്ക് ഇടും. സാറേ എങ്ങനെയുണ്ടായി കസ്റ്റമർ ഫീഡ്ബാക്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് ടാന് മാറ്റി സ്റ്റൗവ് മാറ്റി ഒരു സിപ്പിയൊരു ചേഞ്ച് ചെയ്ത് തുടങ്ങി. ഒത്തിരി പൊടിക്കൈ പറയും. ഫസ്റ്റ് നമ്മൾ ചെയ്തത് വെളിച്ചെണ്ണയിലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലായത് വെളിച്ചെണ്ണ നമ്മൾ മലയാളീസ് അറിയാൻ ഉപയോഗിക്കില്ല. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ മാറ്റി, ഫ്രൈ ചെയ്ത പാന് മാറ്റി, സ്റ്റൗവ് മാറ്റി. പിന്നെ നമ്മള് കോട്ടിങ് കൊടുക്കുന്ന മെറ്റീരിയൽസ് സ്വീറ്റ് ആക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഫ്രൈ നമ്മള് ഗാർണിഷിങ് ചെയ്യുന്ന ഇതാണ് അതൊക്കെ കസ്റ്റമറെ എടുക്കുന്നത്. ഒരാൾ പറയുന്നു കോട്ടിങ്ങിന് ഇങ്ങനെ അങ്ങനെയൊന്നല്ല, അവരാണ് കഴിക്കുന്നത്. നമ്മൾ എഴുതി വെച്ചിട്ട് അങ്ങനെ പോളിഷ് ചെയ്ത് അതിനിടക്ക് നമുക്ക് ചെറിയ പാർട്ടികൾ ചെയ്യും. ബർത്ത്ഡേ പാർട്ടികളൊക്കെ തരാം. 50 പേരെ പരിപാടികൾ ടേസ്റ്റ് ചെയ്തല്ലോ, കഴിച്ച് അത് പിന്നെ ഒന്നും ചോദിക്കാനില്ലേ. അന്നൊന്നും ഇങ്ങനെ 2 പേര് മാത്രമേ ഉള്ളൂ. ഇത്രയും പരിപാടികളൊന്നും ചെയ്യാൻ. അതായത് സ്റ്റാള് നോക്കണം, ഒപ്പം ഇതുപോലെ ഇവന്റ്സ്. അന്ന് പെർ ഡേ 100 പീസ് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളൂ. നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യുന്നു 100 പീസ് നമുക്ക് ഒരു ദിവസം. 100 പീസ് എന്ന് പറയുമ്പോ പലർക്കും അറിയില്ല. അത്യാവശ്യം പണിയുള്ള സംഭവമാണ്. അന്ന് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ഷൻ പീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മളെവിടെയെങ്കിലും ഐസ്ക്രീം കഴിഞ്ഞിട്ട് ഐസ്ക്രീം വണ്ടി പോകുന്നത് വളരെ റയറാണ്. ഉണ്ടാവും. ഞങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു സ്റ്റോക്ക് കഴിഞ്ഞ ആളുകൾ നിൽക്കണം വെയിറ്റിംഗില്. നമ്മൾ ഇവന്റിൽ കയറിയത് ഇങ്ങനെയാണ്. നമ്മൾ ഈ ചെറിയ പ്രോഗ്രാം ചെയ്യുമ്പോ അവിടെ കാറ്ററിംഗ് ആകട്ടെ, അവിടെ ഫുഡ് കാറ്ററിംഗ് അങ്ങനെയാണ് കാറ്ററിംഗ്. അതായത് നിങ്ങളുടെ ഒരു വിഷൻ കുറച്ചുനായിട്ട് എത്തിക്കും. അത് നമുക്ക് പിന്നെ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ കുറെ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കള് എക്സ്പീരിയൻസ് ആയിട്ട് 10-25 വർഷം മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമുക്കൊരു കാറ്ററിംഗിൽ ചതി പറ്റിയിട്ടില്ല. പുതിയ പാർട്ടികൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കും ഇന്ന മേഖലയിൽ ഒരു ടീം വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ എക്സ്പീരിയൻസ് ഉള്ളവരാ, അവർക്ക് അറിയാൻ പറ്റും ഇന്ന ഏരിയയിൽ ആളെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നന്നാക്കി കൊടുത്താൽ കുറ്റം പറയും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചതി പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ നല്ല ടൈം വരും. ഇത് ലൈഫിൽ ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുള്ളത് 8 വർഷം കൊണ്ട് തന്നെ സത്യം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് 2 പേരെ വൈഫ് ട്രെയിനുണ്ട്. ഒരാളെ കൈ നീട്ടാണ്ട്
ഭംഗിയായിട്ട് കഴിഞ്ഞു. ഒറ്റ വർഷം മുമ്പ് ഞങ്ങൾ പുതിയ വണ്ടി വേറെ എത്തിക്കാതെ ആ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ചെറായി പോണത് വേറെ 2014 ഡിസംബർ 6 തീയതിയാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ചെറായി പോയി. നെക്സ്റ്റ് ഡിസംബറിൽ ഞങ്ങൾ അവിടെ പോരുകയാണ്. അവിടെ പോകുന്നത് ഫുൾ പ്ലാൻ കഴിഞ്ഞു. ഇനി എന്തെന്നുള്ള പിന്നെ സീറോയിലേക്ക് വന്നു. റോഡ് സൈഡിൽ ഇട്ടിട്ട് കച്ചവടം ചെയ്തു. വർക്കുണ്ട്, വർക്ക് കാലം ഭയങ്കര ഇതായിട്ടില്ല. അന്ന് പക്ഷെ ഫ്രാഞ്ചൈസി ഇല്ല. ഫ്രാഞ്ചൈസി ഇല്ല. ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് ഞങ്ങളെ മൈൻഡിൽ മൈൻഡിൽ വന്നിട്ടില്ല. അപൂർവമാണ് ഫ്രാഞ്ചൈസി കേരളത്തിൽ അല്ല, അപൂർവം. ഫ്രാഞ്ചൈസി മൈൻഡ് നമുക്കുണ്ട്. പക്ഷെ അത് അന്ന് കൊടുക്കാൻ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കാൻ പാക്കിംഗ് ബോക്സ് ഇല്ല, ആ. അത്രയും സെറ്റപ്പിലേക്ക് ആയിട്ടില്ല. ആയിട്ടില്ല. അത് ആവശ്യപ്പെട്ട കൊടുക്കാനുള്ള ഫ്രാഞ്ചൈസിലേക്ക് സാധനം വരുന്നതിന്റെ ഒരു കാര്യം അപ്പോഴും ഞാൻ പറയുന്നു, പ്രതിസന്ധികളിൽ അപ്പോഴും പറിച്ചോണ്ട് നടക്കുന്നുണ്ട്. ചെറായിന്റെ ടൈം കഴിയാൻ 7 ദിവസം ബാക്കിയുള്ളൂ. 7 ദിവസമുള്ളിൽ ചെറായി കഴിയാൻ. ലാസ്റ്റ് ന്യൂ ഇയറിന്റെ ആ ഫെസ്റ്റിവൽ ഞങ്ങൾ ചെറായി ഇറങ്ങുന്നത്. അതിന്റെ ഇടയിൽ ഒരു വർക്ക് കൊടുങ്ങല്ലൂർ പള്ളി ക്രിസ്ത്യൻ ആ വർക്കിന് ചെന്നപ്പോ അവിടെ മറ്റേ റോളർ ഐസ്ക്രീം ചെയ്യാൻ വേണ്ടിട്ട് കൊല്ലത്തുനിന്ന് ഒരു ടീമിനായിരുന്നു. കൊല്ലത്തുനിന്ന് ഒരു ടീമാണ്. അപ്പൊ അവര് വന്ന സമയത്ത് അവര് ഫ്രൈഡ് ഐസ്ക്രീം ഓൾറെഡി സ്കൂപ്പ് ചെയ്തിട്ട് ചെയ്തത്. ഞങ്ങൾ ഈ സ്റ്റിക്കർ കൊണ്ടിച്ചിട്ട് ഭയങ്കര സെറ്റപ്പ് ചെയ്ത് ചെയ്യുമ്പോ ചിലപ്പോ ഇവര് ഇത്രയും സെറ്റപ്പ് കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്നതന്നെയായിട്ടാണ്. അപ്പൊ നമ്മള് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ രണ്ടുപേരും 1000 പേരൊക്കെ ഫംഗ്ഷൻ ആണ്. 2 പേരുള്ളൂ. ആകെ ഫ്രണ്ടിൽ ഒരു സിംഗിൾ ടേബിളും അതിന്റെ ബാക്കിൽ പുറകിലാണ് നമ്മൾ ചെയ്യാം. പുറകിൽ ഒരു സിംഗിൾ ടേബിൾ ഇതിലൊരു ഫ്രൈ ചെയ്യാം. ഇതിനിടയിൽ ഒരാൾ നിന്നിട്ട് നമ്മളൊന്ന് റെഡി ആയത് ഇങ്ങനെ സെറ്റ് ചെയ്ത് സേഫ്റ്റിയും കൂടിയാണ് നമുക്ക്. ഇവര് നോക്കുന്നത് ഇവർ ഇടക്കിടക്ക് വന്നിട്ട് ഐസ്ക്രീം പൗഡർ ആണെങ്കിൽ ഐസ്ക്രീമിലൊന്നുമില്ല, ജസ്റ്റ് ഒരു ഉള്ളി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് സ്റ്റീലിന്റെ പാൻ ഉണ്ട്, ഒരു ഇതിൽ സ്പ്രിംഗ് ഉണ്ട്, ഒരു ചോക്ലേറ്റിന്റെ ബോട്ടിലുണ്ട്, കുറച്ച് കപ്പ് സ്പൂൺ ഇതുള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങൾ 2 പേരുള്ളൂ. അപ്പൊ ഇവൻ വന്നിട്ട് തുടങ്ങാനായിട്ട് വന്ന് ചോദിച്ചു, വേറെ സ്റ്റാഫില്ലേ? ഇല്ല. നിങ്ങൾ 2 പേരും മക്കളെ പണി പാടിട്ടാ നിങ്ങൾ അതേറ്റ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട് ഇവൻ ഇതിന്റെ പൗഡർ എവിടെ, ഐസ്ക്രീം എവിടെ കൊള്ളൊരു ഇത്. അപ്പൊ ഫംഗ്ഷൻ അങ്ങോട്ട് തുടങ്ങി. ഫംഗ്ഷൻ തുടങ്ങിയപ്പോ ഇവൻ ഇവിടെ റോളർ അടിച്ചോണ്ടിരിക്കും. ഇവൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവന്റെ പട്ടപ്പൊട്ടീന്ന് പോണ് അപ്പൊ അടിച്ചോണ്ടിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ 1000 പീസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച പണിയും അതിന്റെ ഇടയിൽ ഇവൻ വന്ന് നോക്കിയപ്പോഴും നോക്കുമ്പോ നമ്മൾ നേരെ കുക്കറിട്ട് ഫ്രൈ ചെയ്തോണ്ടിരിക്കും. 12 പീസ് സ്കൂപ്പ് ഐസ്ക്രീം എടുക്കുന്ന സമയം കൊണ്ട് 12 പീസ് ഫ്രൈഡ് ഐസ്ക്രീം റെഡിക്ക് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഒന്നും തിങ്ങിയ സമയത്ത് നേരെ എന്ത് ചെയ്തു, ഷിബി വിളിച്ചു. ഷിബിന്റെ അവിടെ ചോദിച്ചു പ്രൊഡക്റ്റ് കണ്ടവൻ അവിടെ വെച്ചിട്ട് പുതിയ ഫ്രാഞ്ചൈസി ഫസ്റ്റ് കൊല്ലം, ട്രിവാൻഡ്രം, ആലപ്പുഴ 3 ജില്ലയിലായിട്ട് അവർക്ക് ഫ്രൈഡ് ഐസ്ക്രീം അവർക്ക് ചെയ്യാം. സമയം എന്നാലും വേറെ ഇറങ്ങിയിട്ട് നമുക്ക് സ്ഥിര വരുമാനം വേണം. അന്ന് നമുക്ക് ഞങ്ങൾക്ക് ഡയറക്റ്റ് വർക്ക് തുടങ്ങും. ഫ്രാഞ്ചൈസ് കിട്ടി, ഓക്കെ, ഷിപ്പിന് നമ്മൾ തുടങ്ങി നല്ല രീതിയിൽ പോയി. ആ സമയത്ത് ഫോട്ടോ വെച്ചിട്ട് നമ്മൾ പോയി. അപ്പോഴും നമ്മൾ യൂണിറ്റ് വന്നു. ഷിപ്പിംഗ് വന്നപ്പോ ഞങ്ങൾ യൂണിറ്റ് തുടങ്ങി. ഒരു ഹാൻഡ് മെയ്ഡ് മെഷീൻ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടെ. അതായത് നമ്മൾ സെയിൽ ഹാൻഡ് മെയ്ഡ് മെഷീൻ ജാക്കി, വണ്ടിന്റെ ജാക്കിയൊക്കെ ആ ജാക്കിയൊക്കെ കറക്കിയിട്ട് അതിന്റെ അടിയിൽ ഒരു ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയുടെ അവിടെയായിരുന്നു ഫാക്ടറി ഉണ്ടായിരുന്ന. ആ ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു അടിപൊളി എന്ന് പറഞ്ഞ റോഡ് മറ്റേ ചലിങ്ങാട് അവിടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അതൊരു സിഗ്നൽ പോകുമ്പോഴത്തേക്ക് അന്ന് നമ്മൾ 4 മണിക്കൂറുകൊണ്ട് ഞങ്ങൾ ഏകദേശം 500 പീസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തി. നമ്മൾ 4 മണിക്കൂർ നിൽക്കണം. 4 മണിക്കൂർ എന്ന് വെച്ചാൽ 4 മണിക്കൂർ വർക്കായിരിക്കും എത്തി ഈ ഫ്രാഞ്ചൈസികളിൽ. ഈ ഫ്രാഞ്ചൈസിന്ന് ഒരു തവണ എനിക്ക് സ്റ്റോക്ക് കൊടുത്ത് ഒരു വർക്ക് ചില സമയത്ത് അവർക്ക് വലിയ വർക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ സ്റ്റോക്ക് കഴിയാറാകുമ്പോൾ സ്റ്റോക്ക് ചെന്നിട്ട് വർക്ക് സൈറ്റിൽ ചെന്ന് അവരുടെ ഫ്രീസർ കാലിയാകുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മാറ്റിട്ട് വരാം. അങ്ങനെ ഒരു വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ നിന്ന് ജിലേബി അടിക്കാൻ കൊച്ചിന്ന് വന്നൊരു ചേട്ടായി. ആ ചേട്ടന് നമ്മളെ കൂടെ കയറ്റി വിട്ട് പറ്റും. പുള്ളി ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ വെച്ചില്ല. അപ്പൊ നല്ല പരിചയമായിട്ട് ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ട് ഞായറാഴ്ച
ചെല്ലുന്ന സമയത്ത് ശനി ഞായർ മാത്രമേ ഉള്ളൂ ഫോട്ടോ വെച്ച് കാരണം അത്രയും ദൂരം ഉണ്ട് ഇത്. അതെ ചെല്ലുന്ന സമയത്ത് ഈ ചേട്ടൻ വന്നു. ആ ചേട്ടൻ വന്നിട്ട് നമ്പർ ഒരു പുള്ളിനെ അവിടെ വിളിച്ചു അതിൽ കോട്ടയം ഫ്രാഞ്ചൈസി അത് ശരി ആ പുള്ളിക്ക് അതില് ആള് പറഞ്ഞാല് ഞാൻ പറഞ്ഞ ചേട്ടൻക്ക് കണക്ട് ചെയ്ത് തന്നു. അതെ ഒന്നും വേണ്ട മക്കൾ ഡയറക്റ്റ് ആളായിട്ട് മുട്ടിക്കോളും. പുള്ളിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പുള്ളിക്ക് അത് താല്പര്യമായിട്ടുണ്ട്. ഇയാൾക്ക് വലിയ ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ പറഞ്ഞു എനിക്ക് അത് ആവശ്യമില്ല മക്കളെ, മക്കൾക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് വന്നു കണക്ഷൻസ് ഇല്ല, അന്നുണ്ട്. അന്നൊരു പ്രതിസന്ധി വന്നേക്കാന്ന് വെച്ചാല് അവിടെ ഫോട്ടോ വെച്ചിട്ട് ഒന്ന് ചെന്നപ്പോ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. പുറത്തുള്ള ആളുകളെ ലോക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളായി. പിന്നെ അവിടെ നമ്മളെ ഫാമിലി ഉണ്ട്, അവിടെ ചെന്നൈക്കടയിലെ വാപ്പാട് ഫാമിലി ഉണ്ട്. അവരെല്ലാരും കൂടി ബന്ധപ്പെട്ട് നമുക്കൊരു സ്പേസ് കിട്ടിയാണ്. അവിടെയും നമ്മള് പറയുന്ന വെച്ചാല് അതിനകത്ത് നമുക്ക് വലിയൊരു ഫംഗ്ഷന് വലിയൊരു പ്രോഗ്രാം നമുക്ക് കാസർഗോഡ് കുറച്ച് 3000 പേര്. ആ പാർട്ടി ഫ്രൈഡ് ഐസ്ക്രീം കഴിച്ചു നോക്കാനായിട്ട് അത് അവിടുത്തെ കുട്ടികള് ഫോട്ടോ വെച്ചിട്ട് വന്ന് കഴിച്ച് പോയിട്ട് അവര് പറഞ്ഞത് നമുക്ക് കല്യാണത്തിന് വേണം എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ വെക്കാം. അങ്ങനെ അവര് പാർട്ടി അവരുടെ ഫാമിലി കാറ്ററിംഗിന്റെ ആളും കൂടിയിട്ട് ഇവിടെ ഗുരുവായൂർ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സൈറ്റിൽ വന്നു. അവർ കഴിച്ച് പോയിട്ട് 3000 കേസിന്റെ ടോട്ടൽ. ആ വർക്ക് കഴിഞ്ഞോടുകൂടി ആ കാറ്ററിംഗുകാരന് ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. കാരണം അവിടെ സ്ഥിരം വർക്കുകൾ വന്നു തുടങ്ങി. ചെറിയ ചെറിയ പ്രോഗ്രാമിൽ 200-300 പേര് പ്രോഗ്രാം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ പെട്ടെന്നാണ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. അങ്ങനെ അവിടെ ഫ്രാഞ്ചൈസി ആയി. അതേമാതിരി തന്നെ ആലുവ, കോട്ടയം, കൊല്ലം, കായംകുളം, കണ്ണൂര്, കാസർഗോഡ്, കണ്ണൂരായിരുന്നു കാസർഗോഡ്, കണ്ണൂര്, ആലുവ, അങ്ങനെ ഏകദേശം 5ഓളം ഫ്രാഞ്ചൈസി വന്നു. തൃശ്ശൂര്, എറണാകുളത്ത് വർക്കുകൾ ഞങ്ങൾ തന്നെ ചെയ്തു. നമുക്ക് പാലക്കാട് ഭാഗത്തുണ്ട്. പാലക്കാട് വൈകുന്നേരം ഞങ്ങൾ അധികം പാലക്കാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്യാത്തത് വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിന്റെ ടീം കുടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ നല്ല പീക്ക് ടൈമിൽ പോണ സമയത്ത് നമ്മളത് ബ്രാൻഡിങ് ആക്കാൻ പറ്റും. ബ്രാൻഡിങ് ആക്കാനുള്ള ഇതായി നമ്മൾ ബ്രാൻഡിങ്ങിന് നമ്മൾ കോഴിക്കോട് ഒരു ടീമിനായിട്ട് നമ്മൾ ക്രൈസിസുകൾ വന്നിട്ടുണ്ട്. അതിനിടക്ക് നമുക്ക് വന്നിട്ടുള്ള നമുക്ക് ഞങ്ങൾ പറ്റിയിട്ടുള്ള ക്രൈസിസ് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 വെള്ളപ്പൊക്കം, ഓക്കി, നിപ്പ, കൊറോണ, ഇതെല്ലാം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടാണ്. അപ്പൊ ഓരോ സ്ട്രഗിളിങ് ഇറങ്ങി അങ്ങനെ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രാൻഡിങ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കി. അവിടെ നിന്ന് നല്ല ടൈമായി. അതിനിടയിൽ നമ്മൾ കസ്റ്റമർ എക്സ്പോ അയച്ചു. ഫണ്ട് അവിടെ തന്നെ നമുക്ക് കിട്ടി. കോഴിക്കോട് ഒരാൾ വന്നു, ആൾ ഫണ്ട് നമ്മൾ അവിടെ ചെയ്യാനുള്ള കൗണ്ട് ചെയ്യുന്നത്. വേൾഡ് കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ഞങ്ങള് ബ്രാൻഡിങ്ങിനാണ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയത്. നമുക്കൊരു ബ്രാൻഡിങ്ങിന്റെ ഒരു ഇത് തരുമല്ലോ, ഇതിന് വേണ്ടിട്ട് പോയപ്പോ അവര് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഖത്തർ എക്സ്പോ ഉണ്ട്. അത് ഞങ്ങളെ വിളിച്ചു, ഖത്തർ എക്സ്പോ നടക്കുന്നുണ്ട്, അപ്പോ നിങ്ങളെ പ്രൊജക്ട് ഒന്ന് പ്രസന്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങളെ പ്രൊജക്ട് അടക്കം വേറെ 2 പ്രൊജക്ട് വേറെ ഉണ്ടായിരുന്നു. 3 ടീം വന്നിട്ടുണ്ട്. എക്സ്പോ ഇത് അവരെ പ്രൊജക്ട് അവരെന്ത് ചെയ്തു പ്രസന്റ് ചെയ്തു. അപ്പൊ ഇതിന് ഫണ്ടർ സമ്മതം എന്നാണ് പേര്. ആള് ഫണ്ടർ ഉണ്ടാക്കണം. ആ ഫണ്ടർ ഇഷ്ടപ്പെടണം പ്രൊജക്ട്. അങ്ങനെ ആൾക്ക് ഈ 3 പ്രൊജക്ട് കേട്ടേക്ക് നമ്മുടെ പ്രൊജക്ടിന് ഇഷ്ടപ്പെടണം. റണ്ണിങ് ആണ്, മറ്റേ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ആൾക്ക് അതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ആ സമയത്ത് ഏകദേശം ഒരു 7 വർഷമാവാൻ നിൽക്കുന്നു. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആള് ചോദിക്കുന്നതിനൊക്കെ നമുക്ക് മറുപടി. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഫണ്ട് ചെയ്യാൻ ആള് തയ്യാറായി. അങ്ങനെ അതിന്റെ വർക്ക് പേപ്പർ വർക്കും ഞങ്ങളെ പ്രൂവ് ചെയ്തെടുക്കാം. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തത്, നമ്മൾ അതുവരെ ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ട് മെഷീൻ ഞങ്ങൾ ഓട്ടോമാറ്റിക് ആക്കി യൂണിറ്റ് വെച്ച് കൊടുത്തത്. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫണ്ട് വീണ്ടും ഇറക്കുന്നത്. അത് ഇറക്കി 6 മന്ത് കഴിഞ്ഞിട്ടാണ് കൊറോണ നമ്മൾ 7 മാസം നമ്മൾ ശരിയാവുന്ന നോക്കി. സെക്കൻഡ് വേവ് വന്നോടി യൂണിറ്റ് ക്ലോസ് ചെയ്ത് വണ്ടികൾ സെല്ല് ചെയ്ത് വലിയൊരു സാമ്പത്തിക ബാധ്യത. അതായത് ബിസിനസ് ക്ലോസ് ചെയ്ത് പോയ ബിസിനസിന്റെ ലോണുകൾ അടച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ. വരുമാനമില്ല. 2.5 വർഷം
പക്ഷെ എന്തായിരുന്നു അപ്പൊ ധൈര്യം എന്തായിരുന്നു ഇത്രയും പിടിച്ചില്ല? നമുക്ക് തുടങ്ങാൻ പറ്റും. അതായത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആക്കിക്കാൻ മതി. അത് ഞങ്ങൾക്ക് വർക്കിലല്ല ആ സമയത്ത്, വർക്ക് ഉണ്ട് പക്ഷെ ചെറിയ ക്വാണ്ടിറ്റി 50-100 വരെ ഫംഗ്ഷനേ ഉള്ളൂ. ലോങ് സൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം വെച്ചാല് നമുക്ക് മാർക്കറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതുവരെ നമുക്ക് വണ്ടിയുടെ CC അടിച്ചോണ്ടിരിക്കാനും നമ്മുടെ യൂണിറ്റിന്റെ റെന്റ് കൊടുത്തോണ്ടിരിക്കാനും ഇതിനൊന്നും നമ്മൾക്കൊണ്ട് ബാക്കപ്പ് ഇല്ല. കാരണം നമ്മള് നിൽക്കുന്ന സമയം അതിന്റെ റിട്ടേൺസ് വന്നിട്ടില്ല. അത് അങ്ങനെ നിൽക്കുന്ന സമയത്തിന് ഞങ്ങള് പിന്നെ രണ്ടാമത്തെ സ്റ്റോപ്പ് ചെയ്തപ്പോ നമ്മ മറ്റുള്ള തൊഴിലുകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞങ്ങൾ ബേക്കറിയിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് പുള്ളിയെ ബിസിനസ് സ്റ്റോപ്പായി നിൽക്കുകയാണ്. പുള്ളി ആ സമയത്ത് കൂട്ടിപ്പോയ ഷോപ്പുകളിൽ അത് ബേക്കറി സാധനങ്ങളിൽ നിന്നൊക്കെ സെക്കൻഡ്സ് സാധനങ്ങൾ എടുത്തിട്ട് ചെയ്തിട്ട് അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി സ്റ്റോപ്പ് എടുക്കാൻ വേണ്ടി കണ്ണൂര് പോണ സമയത്ത് ജസ്റ്റ് ആ ബേക്കറി കയറി ഞങ്ങളത് കാണാൻ വേണ്ടി കയറി. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനവിടെ ചായ അടിച്ചോണ്ടിരിക്കുക. പുള്ളിക്ക് ഭയങ്കരമായിട്ട് കാരണം വെച്ചാലേ ഞങ്ങള് ഒരു ഐറ്റം കയറ്റി ചെയ്തതിലൂടെ പുള്ളിയുടെ മാത്രമേ അയച്ചുള്ളൂ. അതിന്റെ പേരിൽ പുള്ളിയുടെ മറ്റുള്ള ഐറ്റംസുകളും കൂടി അവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം പുള്ളിക്ക് ജ്യൂസ്, കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫ്രൈഡ് ഐസ്ക്രീം പുള്ളിയുടെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഫ്രൈഡ് ഐസ്ക്രീമിന്റെ ഓർഡറിന് വേണ്ടി വിളിക്കുന്ന പാർട്ടിക്ക് പുള്ളിയുടെ മറ്റു പ്രൊഡക്റ്റുകൾ പുള്ളിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പുള്ളി ഭയങ്കരമായിട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളതാണ്. അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റും. പുള്ളി അങ്ങനെ പുള്ളി നമ്മളെ വിളിച്ചിട്ട് പുള്ളി നമുക്ക് ഹെൽപ്പ് ചെയ്തു. പുള്ളി നമുക്കൊരു സാമ്പത്തിക സഹായം ചെയ്ത് അതിലൂടെ നമ്മൾ ചെയ്തു നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് അതായത് നമ്മളെ മാർക്കറ്റിൽ ആവശ്യമുണ്ട്. നമ്മളെ മാർക്കറ്റിൽ അവർക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി തന്നെ അതായത് നമ്മൾ അറിയുന്ന ആളുകൾക്ക് നമ്മൾ ആരാണെന്ന് അറിയുള്ളൂ. നമ്മളെന്താണെന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയുള്ളൂ. അവരാരാണെന്നുള്ളത് അവർക്ക് നമ്മൾ എന്താണെന്ന് അറിയും. അവർക്ക് നമ്മളെ വേണം. പുള്ളിയാണ് നമ്മളെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കും. ഇപ്പൊ മുൻപില്ല നമ്മള് റീസ്റ്റാർട്ട് ചെയ്ത് 2.5 വർഷമായി. നമ്മൾ മറ്റുള്ള വേറെ പ്രൊഡക്റ്റുകൾ ഇപ്പൊ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ട്, കപ്പ് കുനാഫ, ചെറിയ കുനാഫ. ഇത് 2 പ്രൊഡക്റ്റ് ആണ്. ഇത് 2 ഫ്രോസൺ ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ സീസൺ തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ടർ കൂടി ചെയ്തു തുടങ്ങി. ഇതിന്റെ സ്റ്റാർട്ടർ ആയിട്ട് സ്റ്റാർട്ടർ നമ്മൾ ചെയ്യുന്നത് ലൈവ് ആണ്. ലൈവ് സ്റ്റാർട്ടർ ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ്. കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ട് ആളുകളുടെ ഇവന്റ്സ് മാത്രമല്ല. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റിന് അങ്ങനെ പറ്റുള്ളൂ. നമ്മള് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ് വർക്ക് എടുക്കും. അതിന്റെ കുറച്ച് കൂടുതലുണ്ടാവും. അതിന്റെ റിസൾട്ട് കൂടുതലാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ആളുകൾക്ക് നമ്മളെ ബിസിനസ്സോ കാര്യങ്ങളോ അറിയില്ല. സത്യം അത് നമുക്ക് വർക്ക് വരാണ്ടല്ലോ. നമ്മളിവിടെ റിസൾട്ട് കുറവാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, പിന്നെ കട്ടപ്പന, ഇടുക്കി ആ ഏരിയയില്. വെറുതെ കണ്ണൂര്, കാസർഗോഡ് പിന്നെ അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രാഞ്ചൈസി ഉള്ളു. ഒറ്റ ഫ്രാഞ്ചൈസി ഉള്ളു. ഇനിയിപ്പോ നമുക്ക് ആവശ്യമുള്ളത് ഫ്രാഞ്ചൈസികളും നമ്മളൊക്കെ 2 പ്രൊഡക്റ്റ്. നിങ്ങളെ ഫ്രാഞ്ചൈസിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഒക്കെ തുടക്കക്കാരനായി പ്രവാസി ഇപ്പൊ നാട്ടിലേക്ക് വരാണ്. ആൾക്ക് കുക്കിംഗ് മേഖലയിൽ അത്യാവശ്യം അറിവുകളുണ്ട്. അയാളെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? അതായത് നമ്മളെ ഫ്രാഞ്ചൈസിന് 0 ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് ഫ്രാഞ്ചൈസിക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമില്ല. ബാക്കി എല്ലാ ആൾക്കാർക്കും ഫ്രാഞ്ചൈസി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഞങ്ങൾ ഇപ്പോ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ ഫ്രാഞ്ചൈസിക്ക് ഇപ്പോ ചെറിയൊരു മോമോസിന്റെ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് ആവശ്യം വരും. നമുക്ക് ആ പൈസ നമുക്ക് തരുന്നതിന് പകരം അവർക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രീസർ എടുക്കാം, നമുക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള ഫ്രീസർ, വർക്കിന് ഉണ്ടാവാനുള്ള സിസ്റ്റം, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു. മെത്തേഡ് എല്ലാം പഠിപ്പിച്ചു. ഇപ്പോ റീസ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. മാർക്കറ്റ് ചെയ്യേണ്ട എങ്ങനെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു മാറ്റം വെച്ചാല്
നമുക്കിപ്പോ കർണാടക തമിഴ്നാട്ടിൽ കൂടി ഇവന്റ് കയറിയിട്ടുണ്ട്, നമുക്ക് വർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 1000 രൂപ കൂടി ഫ്രാഞ്ചൈസി കൂടി കിട്ടുകയാണെങ്കിൽ കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. അപ്പോ കേരളത്തിലെ ഫ്രാഞ്ചൈസികൾ തരുന്ന ജില്ലാ ബേസ് ചെയ്തിട്ട് ജില്ലയിൽ ഒരു ഫ്രാഞ്ചൈസി ലെവലിലൊക്കെ കൊടുത്തത്. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ഇത് വർക്ക് ഒരുവിധം എല്ലാവർക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പോകും. ഒരു 10 വർഷത്തെ ഇതെല്ലാം ഒരുവിധം എല്ലാ ഇവന്റും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പൊ നമുക്ക് ജില്ല ബേസ് ചെയ്തിട്ട് ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റും. ഔട്ട് ഓഫ് സ്റ്റേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു സെൻട്രൽ സ്റ്റോക്ക് ആയിട്ട് ഒരു ടീമിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഒരുപാട് സ്റ്റോക്ക് വേണ്ട, ഒരു ടീമിന് സെൻട്രൽ സ്റ്റോക്ക് കൊടുക്കാം. അങ്ങനെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പിന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫണ്ട് ഇല്ലാത്ത ആളുകളുണ്ടാവും. ഇപ്പൊ ഫ്രാഞ്ചൈസി എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ഫ്രാഞ്ചൈസി എടുക്കാൻ ഫണ്ട് ആവശ്യമില്ല, പക്ഷെ അതിന്റെ ഫെസിലിറ്റികൾ വേണം. നമുക്ക് വണ്ടി വേണം, ഫ്രീസർ സൗകര്യങ്ങൾ വേണം. അതിന് പോലും പറ്റാത്ത ആളുകൾക്ക് നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് എടുത്ത് തന്നിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ 2-3 പേര് നമുക്ക് അങ്ങനെ ഓൾറെഡി നിലവിലുണ്ട്. നല്ല രീതിയിൽ വർക്ക് എടുത്ത് തരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഏണിംഗ് ചെയ്യുന്ന ആളുകൾ അതന്നെ ഒരു ദിവസം തന്നെ ചിലപ്പോ 2 സൈറ്റ് വർക്ക് ഒരു സ്റ്റാർട്ടർ ലഞ്ചും ഡിന്നറും തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു മോർണിംഗ് ഒരു 1000 ഫംഗ്ഷൻ ഈവനിങ് ഒരു 500 പേർക്ക് പുനാഫട വർക്ക്. ഇത് 2 കോള് ഞങ്ങൾ അവിടെ പോകുമ്പോൾ വർക്ക് ചെയ്യുമ്പോ ഞങ്ങളായിട്ട് യാതൊരു കോണ്ടാക്ട് ഇല്ല. ആ വിളിക്കുന്ന വ്യക്തിയാണ് അവിടെ. അതായത് ഞങ്ങളെ ബോസായിട്ട് അങ്ങനെ നിന്ന് കൊടുക്കും. കാരണം വെച്ചാല് അവിടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഞങ്ങളെ കണ്ണിലാണ് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. പക്ഷെ അവിടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ല, അവരെ മുന്നിൽ അവരാണ് ബോസ്, അവരാണ് വർക്ക് എടുത്തു തരുന്നത്. അപ്പൊ അവരെ മുന്നിൽ എന്താവും, നമ്മ സാലറി എടുക്കുന്ന മുതലാളി അവർക്ക് ഒരു വർക്ക് ഉണ്ടാവില്ല. വേണമെങ്കിൽ അവർക്ക് വർക്ക് സൈറ്റിൽ വന്നാൽ മതി, നമ്മുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ജസ്റ്റ് കോള് ബില്ല് ആര് മേടിക്കുക, പ്രോഫിറ്റ് ഷെയർ ബില്ല് അവർ മേടിച്ചിട്ട് പ്രോഫിറ്റ് ഷെയർ എടുത്തിട്ട് ഉള്ള അങ്ങനെ ഒരു 3 പേര് ഇപ്പൊ നിലവിലുണ്ട്. നല്ല രീതിയിൽ അവർക്കും നല്ല ഏണിങ്സ് ഉണ്ട്, നല്ല രീതിയിൽ നമുക്ക് വർക്കും അതായത് ഇപ്പോൾ വർക്കാണ് ഇപ്പൊ കൂടുതൽ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇവൻ മേഖലയിലൊക്കെ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി അവർക്കാണ്. കാരണം ഒരു ചെയ്യുമ്പോൾ തന്നെ കുട്ടികളെ കാര്യമാണ്. പെൺകുട്ടികൾക്ക് ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫ്രാഞ്ചൈസിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു ഫ്രാഞ്ചൈസി കൊടുക്കാൻ, ഒരു ജില്ലയിൽ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കൊടുക്കാൻ പറ്റും. അവർക്കൊരു അഡ്വർടൈസ്മെന്റ് വേറെ ഇതൊന്നും വേണ്ട, പക്ഷെ സംസാരിക്കാനും വർക്ക് എടുക്കാനുള്ള കഴിവുണ്ടായി മതി. ഫീൽഡിൽ നിലവിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ സുഖമായിട്ട് അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുതിയ ഐറ്റംസുകൾ ഇപ്പൊ നമ്മ റീസ്റ്റാർട്ട് ചെയ്തപ്പോ കുനാഫ വന്നു. ഇനി നെക്സ്റ്റ് ഒരു 5 മാസം കഴിയുമ്പോഴേക്കും നമ്മളിൽ പുതിയ ഐറ്റംസുകൾ വരും. സ്റ്റാർട്ടറിൽ കുറച്ചുകൂടി ഐറ്റംസുകൾ കാണാനുണ്ട്. ഫ്രൈ ഈ ഇതില് നമ്മുടെ ഡെസേർട്ടിലും കുറച്ച് ഐറ്റംസുകൾ, അതായത് കേക്ക് ഐറ്റംസുകളൊക്കെ, കേക്ക് ഐറ്റംസുകൾ, പുഡിംഗ് ഐറ്റംസുകൾ, ഇതൊക്കെ കയറാനുണ്ട്. ബ്രോണി ഐറ്റംസുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മള് മാർക്കറ്റിംഗ് നമുക്ക് റെഡി ആവണം, മാർക്കറ്റ് റെഡി ആവണം. അതായത് ഇത് സെല്ല് ചെയ്യാനുള്ള മാർക്കറ്റായിട്ട് ഇറക്കാന്നുള്ള രീതി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ വൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വൈഡ് ചെയ്യുന്ന രീതി പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, നമ്മളെ മെനുവിൽ ഇതൊക്കെ കയറി ചെയ്യാനുള്ള ഒരു പ്ലാൻ കൂടിയാണ് നിൽക്കുന്നത്. നമ്മളെ ഈ ചാനൽ കാണുന്നോണ്ടിരിക്കുന്ന യുവ സംരംഭകര് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ സംരംഭകരാകുന്നല്ലോ മാർക്കറ്റ് പ്രൊഫഷണല്, അങ്ങനെ പല ആളുകളുണ്ട്. അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ആ പ്രോഡക്റ്റ് എന്താണെന്നും അതെവിടെ മാർക്കറ്റ് ചെയ്യണമെന്നും അത് ആർക്ക് മാർക്കറ്റ് ചെയ്യണമെന്നും എതെപ്പോ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ആർക്കും അറിയുള്ളൂ, നമുക്കേ അറിയുള്ളൂ അതിനെ കുറിച്ച്. ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകളായി ഫുള്ളായിട്ട് നെഗറ്റീവ് പറയാം. ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകളോട് പോയിട്ട് അഭിപ്രായം ചോദിക്കാനേ പാടില്ല. അങ്ങനെയുള്ളവര് അഭിപ്രായം പറയുന്നത് എന്ത് ചെയ്തു, ഒരു വിൽക്കാൻ ആവശ്യമില്ല, അത് കേട്ട് നെഗറ്റീവ് ആവേണ്ട ആവശ്യമില്ല. ചിലപ്പോ നമ്മളെ ഫാമിലിയിൽ പോലും സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് നമ്മുടെ മൈൻഡിൽ എന്താണ്, ഇതെനിക്ക് ഇന്ത്യ ബേസ് ചെയ്തിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ആ ഐഡിയ സ്പോട്ടിൽ ഒരു ആളോട് പറയുമ്പോൾ വലിയ വികസിക്കുള്ളൂ.
കാരണം ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഞങ്ങളിൽ വേറെ പ്രൊജക്റ്റുകളുണ്ട്. അത് ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകും. വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. എത്ര സ്റ്റാഫ് വേണം, സ്റ്റോക്ക്, അത് ഫുള്ള്, അതായത് സാലറി, അത് അവിടെ കൊടുക്കുന്ന ഐറ്റംസുകൾ, അത് ഫുള്ള്. അത് വേറെ നമ്മുടെ പ്രൊജക്റ്റുകളുണ്ട്. ഇത് വേറെ ആണെന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. ഇതെന്താണെന്നും ഏതാണെന്നും നമുക്ക് ഏതൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് അത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കുറെ നെഗറ്റീവ് ഉള്ളൊരു ഇതാണ്. അപ്പൊ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോകാന്നുള്ളത്. മാർക്കറ്റ് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഞങ്ങളോട് ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചിന്തിക്കാൻ നെഗറ്റീവ് പറയുന്ന കാര്യമല്ല, ഈ നെഗറ്റീവ് പറയുന്ന ആൾക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയാന്ന് വെച്ചാൽ അത് ചിലപ്പോ ആൾക്ക് നമ്മളെ മാർക്കറ്റിംഗ് അറിയില്ല, മേഖലയെ അറിയില്ല, ചിലപ്പോ നമ്മളെ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയില്ല. ഞങ്ങളെ പ്രൊഡക്റ്റ് എന്നല്ല, ആരുടെ ആയാലും പറയുന്നത് നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെന്നില്ല. നിങ്ങൾ അത് ചോദിച്ചു നോക്കിയാൽ മതി. ഈ പറയുന്ന ആൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്ന ആളാണോ, അല്ലെങ്കിൽ ആ മേഖലയിൽപ്പെട്ട ആളാണോ? ചിലപ്പോ സ്വന്തം പരിസരം ചുറ്റുവട്ടത്തിന് ആളുകൾ പോലും ഈ ഒരു നമ്മുടെ ഈ ടൗണ് വിട്ടിട്ട് പുറത്തു പോകാത്ത ആളുകളായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ആളുകളെ വാക്ക് നമ്മൾ എടുക്കണ്ട. അതേസമയം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. പിന്നെ വേറെ പ്ലസ് ക്വാളിറ്റി ഞാൻ പറയാം, നമ്മൾ ഏതൊരു മേഖലയിലും നമ്മളെല്ലാവരും ചെന്ന് ചോദിക്കുക, വിജയിച്ച ആളുകളോട് അഭിപ്രായം ചോദിക്കുക. വിജയിച്ച ആളുകൾ ഒരിക്കലും അവരെ സക്സസ് മന്ത്രം പറഞ്ഞു തരില്ല, ആരെങ്കിലും പറഞ്ഞു തരും. ഞങ്ങളോട് വെച്ച് ഞങ്ങളെ സീക്രട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കില്ല, ഇല്ലേ? അതേസമയം ആ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട ഒരാൾക്ക് ചോദിച്ചു അവൻ പരാജയപ്പെടാനുണ്ടായ കാരണം അവരെല്ലാം പറഞ്ഞു. കാരണം എന്താണ്? മാക്സിമം നമ്മളെ നെഗറ്റീവ് ആക്കാൻ അവർ നോക്കുന്നു. നമ്മൾ മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം എന്താണ്? അവർക്ക് പറ്റിയ മണ്ടത്തരം അല്ലെങ്കിൽ അവർക്ക് പറ്റിയ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ നമ്മൾ സക്സസ് ആവും. പരാജയപ്പെട്ടാവില്ല. അതായത് നമ്മൾ ഒരിക്കലും സക്സസ് ആയ ആളുകളുടെ സ്റ്റോറി ബുക്സുകൾ എടുത്ത് വായിക്കലല്ല ചെയ്യേണ്ടത്. പരാജയപ്പെട്ടവന്റെ റിയൽ ലൈഫ് അവന്റെ ഏത് മിസ്റ്റേക്കുകൾ അത് ചെന്നിട്ട് എന്ത് ചെയ്യാ, റിയൽ ആയിട്ട് അവനോട് ചെന്ന് ചോദിക്കുക. ഒരിക്കലും അവൻ മറച്ചു വെക്കൂല, അത് മറച്ചു വെക്കൂ. അവൻ നമ്മളെ മാക്സിമം പേടിപ്പിക്കാനായില്ല, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് ആക്കാനാണ് കൂട്ടുന്നത്. ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരും. നമ്മ അത് എന്ത് ചെയ്യാം, ആ നെഗറ്റീവ്സ് അവൻക്കുണ്ടായ പാളിച്ചകൾ പഠിക്കുക, ചെയ്യാതിരിക്കുക. ഞങ്ങൾക്ക് പറ്റിയ പാളിച്ചകൾ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതിയിൽ ഈ പ്രൊഡക്റ്റിൽ ആ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഇത് ഞങ്ങളിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരാളും ഫെയിൽ ആയിട്ടില്ല. 12 വർഷമായിട്ടും നമുക്ക് ഇന്നേ വരെ ഒരു വർക്ക് ഫെയിൽ ആയിട്ടില്ല. അത് ഞങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് ഇതുവരെ ഒരു വർക്ക് പ്രൊഡക്റ്റ് തികയാതെ വരെ ഒരു കംപ്ലൈന്റ് വരെ വന്നിട്ടില്ല. അത് നമ്മുടെ ക്വാളിറ്റി ഇതാ, അതായത് നമ്മളെ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പഠിക്കാനും ഉള്ളൊരു അവസരം. അതിപ്പോ അവർക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ സൈറ്റ് വന്ന് നമ്മളെ ടൈം അനുസരിച്ചിട്ട് ചെയ്തു പോകും. ഇതിനെപ്പറ്റി പഠിക്കുന്നതിനനുസരിച്ച് ഫീസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നമ്മളെ ടൈം ഫ്രീ ആയിരിക്കും. ഞങ്ങൾക്ക് സമയം ഉണ്ടായാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇവന്റിനൊക്കെ പോവാണെങ്കിൽ ഇവന്റ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആ സൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോങ് സൈറ്റ് ഒക്കെ വരുന്നത്. കാരണം ആളുകൾ ഇത്രയും ദൂരം നമ്മൾ ഇതിലേക്ക് വരുന്ന ബുദ്ധിമുട്ടാണ്. അതിന്റെ ആവശ്യമില്ല. പിന്നെ കുറെയൊക്കെ നമുക്ക് വീഡിയോസും ഫോട്ടോസും കണ്ടാൽ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഡയറക്റ്റ് എന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാൻ തോന്നും. അത്രേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഇത്രയും നിങ്ങളെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി തന്നതിൽ നമ്മൾ ടീം മെമ്പേഴ്സിന് വേണ്ടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി